സിനിമ ആരും കാണുന്നില്ല എന്നത് സന്തോഷം. രാഹുൽ ഗാന്ധി. വിവാദ സിനിമ ദി കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് തിയേറ്ററിൽ കാണാൻ ആളില്ല എന്നത് സന്തോഷകരമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ചിത്രം ആരും കാണുന്നില്ല എന്നും തിയേറ്ററുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെയും അതിൻ്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് ആളുകൾക്കറിയാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇടുക്കി കുട്ടിക്കാനത്ത് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ആരും കേരള സ്റ്റോറി കാണുന്നില്ല, തിയേറ്ററുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. കേരളം എന്താണെന്നും ഇവിടുത്തെ പാരമ്പര്യവും സംസ്കാരവും എന്താണെന്ന് രാജ്യത്തെ ഭൂരിപക്ഷത്തിനും അറിയാം. ആളുകളെ അവഹേളിക്കാനും സമുദായങ്ങളെ തമ്മിലകറ്റാനും വിഭാഗീയത സൃഷ്ടിക്കാനും സിനിമയും ടിവിയും മാധ്യമങ്ങളും ആയുധമാകുന്നു. ഇതിലൂടെ ചില ഗ്രൂപ്പുകൾക്ക് പ്രയോജനം ലഭിക്കുകയും മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാവുകയും ചെയ്യുന്നു, രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. ചില ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലെ ചിത്രങ്ങൾ നിർമ്മിക്കാനോ മാധ്യമങ്ങളിൽ എന്തെങ്കിലും പറയാനോ ആശയങ്ങളെ പിന്തുണയ്ക്കാനോ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ആക്രമിക്കപ്പെടുകയും സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഞാൻ എപ്പോഴും ഇത് നേരിടുന്നുണ്ട്. അതേസമയം മറ്റൊരു വശത്ത് ചില നരേറ്റീവുകൾ എത്ര വേണമെങ്കിലും പ്രചരിപ്പിക്കാൻ കഴിയും. അവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഇത് രാജ്യത്തിന് വലിയ ദോഷമാണ്. വ്യാപകമായി ഇത് സംഭവിക്കുന്നുണ്ട്. വലിയ തോതിലാണ് ഇതിനായി പണം മുടക്കുന്നത്, രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയത്. കൊല്ലം ആശ്രാമ മൈതാനത്ത് നടക്കുന്ന ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി മഹാസംഗമ ശതാബ്ദി ആഘോഷം ഇന്ന് രാവിലെ 11-ന് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്കാണ് കുട്ടിക്കാനം മരിയൻ കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവാദം നടത്തിയത്.